പനവല്ലി മാപ്പിളക്കൊല്ലിയിൽ രോഗിയെ അർബാനയിൽ കൊണ്ടുപോയ സംഭവം രാഷ്ട്രീയ നാടകമാണെന്ന CPM ആരോപണം തെറ്റാണെന്ന് രോഗിയുടെ ബന്ധുക്കൾ. രോഗിയായ വയോധികനെ എല്ലായ്പ്പോഴും ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നത് ഇതേ രീതിയിലാണെന്നാണ് ബന്ധുക്കളുടെ വിശദീകരണം. മാപ്പിളക്കൊല്ലിയിലെ ഉന്നതിയിൽ നിന്ന് രോഗിയെ അർബാനയിൽ കൊണ്ടുപോകുന്ന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ വിശദീകരണവുമായി CPM രംഗത്തെത്തിയിരുന്നു. ഉന്നതിയിലേക്ക് പാലം നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നും 5 വീടുള്ള ഉന്നതിയിൽ 2 വീടുകളുടെ നിർമ്മാണം നടക്കുകയാണെന്നും സാമഗ്രികൾ എത്തിക്കാൻ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെന്നുമായിരുന്നു CPM വാർഡ് കമ്മിറ്റിയുടെ വിശദീകരണം. എന്നാൽ ഈ പ്രദേശം വനത്താൽ ചുറ്റപ്പെട്ടതും ഒരു പുഴ കബനിപ്പുഴ കുറുകെ ഒഴുകുന്നതുമായ ഒരു പ്രത്യേക ഭൗതിക ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് റോഡും പാലവും എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ്. എന്നിരുന്നാലും കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വനം വകുപ്പിൻ്റെ RKDBP പദ്ധതി ഉപയോഗിച്ച് ആ പ്രകാരം തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും ഇതിനുവേണ്ടി പ്രപ്പോസൽ തയ്യാറാക്കുകയും എന്നാൽ ആ കുടുംബങ്ങൾ അവിടെ പൂർവികരായി താമസിച്ചു വരുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ തയ്യാറായതിനാൽ ആ പദ്ധതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കുകയും ഇപ്പോഴും ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയവും കൂടിയാണ്. എന്നാൽ ഉന്നതിയിലെ ഉണ്ണികൃഷ്ണൻ 3 വർഷമായി പക്ഷാഘാതം വന്ന് തളർന്നു കിടക്കുകയാണ്. നേരത്തെ വൈദ്യൻ വീട്ടിൽ വന്നാണ് ചികിത്സിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച മുതൽ വൈദ്യരുടെ വീട്ടിൽ കൊണ്ടുപോയാണ് ചികിത്സിക്കുന്നത്. ദുരിതയാത്ര പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് വീഡിയോ പകർത്തിയതെന്ന് വയോധികന്റെ ബന്ധുവായ സീത പറഞ്ഞു. നമുക്കൊരു രോഗിനെ കൊണ്ടുപോകുന്ന നാടകമായിട്ട് കളിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമുക്ക് വിഷമമുണ്ട്. അമ്മാവൻ കിടക്കാൻ തുടങ്ങി 2 വർഷമായി. ഇന്ന് വരെ ആരാ എന്തായി ഏതായെന്ന് പോലും വന്ന് ചോദിച്ചതില്ല. കാരണം ഇവിടെ വെള്ളം കയറിയിട്ട് പോലും നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് പോലും ഒരു മനുഷ്യർ വിളിച്ച് ചോദിച്ചിട്ടില്ല. എത്രയോ ഇങ്ങ് വരെ വെള്ളം കയറ്റി ഞങ്ങൾ എങ്ങനെ പാല് കൊണ്ടുപോയതും കുട്ടികളെ സ്കൂളിൽ വിട്ടത് പോലും ഒരു മനുഷ്യർ വന്ന് ഇവിടെ ചോദിച്ചതില്ല. നമുക്കതൊക്കെ നല്ല വിഷമമുണ്ട്. കാരണം നമുക്ക് വീട്ടിൽ നിന്നൊരു കുട്ടീനെ പഠിപ്പിക്കണേ പോലും പോകാനുള്ള സൗകര്യം വണ്ടി ടൈമിൽ എത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഹോസ്റ്റൽ വിട്ട് പഠിപ്പിക്കുന്നത്. നമ്മളെ മക്കൾക്കും വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. തെറ്റായ പ്രചരണങ്ങളിൽ ദുഃഖമുണ്ടെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. ഡാമിന്റെ പേരിൽ തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം കൂട്ടായി തടയുമെന്നും ഉന്നതി നിവാസികൾ പറഞ്ഞു. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, തിരുനെല്ലി.